ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിക്കും മുൻപ് വീണ്ടും ഒരു യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഭീമാകാരമായ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. 2006 ശേഷം ലെബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയാണ് അമേരിക്ക ഉൾപ്പെടെ പ്രവചിക്കുന്നത്. അങ്ങനെയുണ്ടായാൽ എന്താകും സംഭവിക്കുക? എന്തൊക്കെ ആയുധങ്ങളാണ് ഇസ്രയേലിനെ നേരിടാൻ ഹിസ്ബുള്ളയുടെ പക്കലുള്ളത്? കഴിഞ്ഞ 9 മാസങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 7 മുതൽ ഇസ്രയേലും അയൽ രാജ്യമായ ലെബനിലെ സായുധ സംഘം ഹിസ്ബുള്ളയുമായി സംഘർഷം ക്രമേണ രൂക്ഷമാകുന്നുണ്ടായിരുന്നു. ജൂണിലാണത് വീണ്ടും ഒരു തലത്തിലേക്ക് മാറിയത്. ഹിസ്ബുള്ളയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ വർദ്ധിച്ചു. മെയ് മുതൽ ഹിസ്ബുള്ള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചു. ജൂൺ 12-ന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ താലിബ് സമി അബ്ദുള്ളയെ കൊലപ്പെടുത്തിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിൽ കൂടുതൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചു. തങ്ങളുടെ കയ്യിൽ അത്യാധുനിക ആയുധങ്ങളുണ്ടെന്ന് ഹിസ്ബുള്ള പറയുകയും ചെയ്യുന്നു. ഒപ്പം ജൂൺ 18-ന് ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല ഭീഷണി കൂടി മുഴക്കിയതോടെയാണ് സമീപകാലത്ത് ഒന്നുമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ആളിക്കത്തിയത്. ഇസ്രയേലും ഹിസ്ബുള്ളയും ലെബനിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളും തമ്മിൽ 2023 ഒക്ടോബർ 7 മുതൽ 2024 ജൂൺ 21 വരെ ഏകദേശം 7400 ആക്രമണങ്ങളാണ് നടത്തിയത്. ഹിസ്ബുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് 543 ലെബനീസ് പൗരന്മാരും 18 സൈനികരും ഉൾപ്പെടെ 28ഓളം പേർ ഇസ്രയേലിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയൽ രാജ്യമായ ലെബനനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും, എന്നാൽ ആ രാജ്യത്തെ ശിലായുഗത്തിലേതിന് സമാനമാക്കാൻ ഇസ്രയേലിന് കഴിയുമെന്നും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറയുകയും ചെയ്തു. ലെബനൻ ഇസ്രയേൽ യുദ്ധമുണ്ടായാൽ അത് വലിയ ദുരന്തത്തിനിടയാക്കുമെന്ന് UN-ന്റെ മുന്നറിയിപ്പുമുണ്ട്. ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. യുദ്ധമുണ്ടായാൽ ഇസ്രയേൽ ലെബനനെ തരിപ്പണമാക്കുമെന്ന് ഹിസ്ബുള്ളയ്ക്ക് നന്നായി അറിയാമെന്നും US സന്ദർശന വേളയിൽ അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഹമാസിനെ ലക്ഷ്യമിട്ട് ഗാസയിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു, 250-ലധികം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ 2 ദിവസമായി മേഖലയിലെ ജലവിതരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണം. ഇന്നും ഗാസയിലെ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിന് നേരെ വ്യോമാക്രമണം ഉണ്ടായി. ഇവിടെ 4 പേർ കൊല്ലപ്പെട്ടു. റഫേലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 3 പേരും കൊല്ലപ്പെട്ടു. ഒരേ സമയം കരമാർഗവും വ്യോമമാർഗവും ആക്രമണം നടത്തുന്നതായി ഇസ്രയേൽ സൈനിക വക്താവ് വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച ഗുജായിൽ നിന്ന് മാത്രം 3,400,000 പേർ കുടിയൊഴിയാൻ നിർബന്ധിതരായെന്നും UN വ്യക്തമാക്കിയിട്ടുണ്ട്.